കാന്താര ചാപ്റ്റർ 1. ആദ്യം തന്നെ ഒരു കാര്യം പറയാലോ, അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ്. എനിക്കൊരു പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് എനിക്ക് കിട്ടിയത്. നിങ്ങൾ ഇതൊരു ഡോൾബി അറ്റ്മോസ് എക്യുപ്പൈഡ് ആയ തിയേറ്ററിൽ തന്നെ പോയി കാണുക, എന്നാലാണ് ആ ഒരു ഫീല് കിട്ടുള്ളൂ. അത്രയും കിടിലൻ സൗണ്ട് ഡിസൈൻ ആണ് ഈ സിനിമയ്ക്ക് വന്നേക്കുന്നത്. സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരാളുടെ പേരാണ് എനിക്ക് പറയാനുള്ളത്, ഋഷഭ് ഷെട്ടി. പുള്ളി ഈ സിനിമയിൽ പീക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പുള്ളി മാക്സിമം ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ പുള്ളി മാത്രമല്ല, പുള്ളിയുടെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, ഈ സിനിമയിലെ മിക്ക ആർട്ടിസ്റ്റുകളും കിടിലം പെർഫോമൻസ് ആയിരുന്നു ഇതിൽ കാഴ്ചവെച്ചേക്കണേ. ഒരു ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ നമ്മൾ എല്ലാ സിനിമയിലും കാണാനുള്ള പോലെ കുറച്ച് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, അതുപോലത്തെ ഒരു ജനതയെ കാണിക്കുന്നു, പിന്നെ കുറച്ച് ചെറിയ ചെറിയ തമാശകൾ, അങ്ങനത്തെ ഒരു സംഭവത്തിൽ കൂടെ പോണേ. എന്നിട്ട് ഇന്റർവെല്ലിലേക്ക് പോണതിന് മുമ്പ് ഒരു ആക്ഷൻ രംഗമുണ്ട്, അതിലെ കുറച്ച് പീക്ക് മൂവ്മെന്റ്സും ഉണ്ട്. അത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഗൂസ് ബംസ് വന്നു. നല്ല രസമായിരുന്നു ആ ഇന്റർവെല്ലിലേക്ക് പോണതിന് മുമ്പുള്ള ഒരു ആക്ഷൻ സീൻ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ സെക്കൻഡ് ഹാഫിൽ ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു 2 പെർഫോമൻസ് ഉണ്ടായിരുന്നു. രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സ് ആണ്. എൻ്റെ മോനെ പീക്ക് ലെവൽ ഗൂസ് ബംസ് ആയിരുന്നു. എനിക്ക് അത്ര എക്സ്പീരിയൻസ് കിട്ടിയ ആ ഒരു ക്ലൈമാക്സ് സീനിൽ ഭയങ്കര ഗൂസ് ബംസ് വന്നു. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ എനിക്ക് ഇതിലെ ആനിമൽസിന്റെ CGI കുറിച്ചാണ് എടുത്തു പറയേണ്ട കാര്യം. എൻ്റെ മോനെ, അത് എന്നെ രസമായിട്ടാണെന്നറിയാമോ CGI ചെയ്തു വെച്ചേക്കണേ. നമ്മൾ CGI തന്നെയാണോ ഇത് ഒറിജിനൽ മൃഗങ്ങളെ വെച്ച് അഭിനയിപ്പിച്ചതാണോ എന്ന് തന്നെ സംശയിച്ചു. അമ്മാതിരി ലെവല് CGI ആയിരുന്നു ആനിമൽസിന്റെ ഇവർ ചെയ്തു വെച്ചേക്കണേ. ഇതിലെ മേക്കിംഗ് ആണെങ്കിലും പിന്നെ മെയിനായിട്ട് കളർ ഗ്രേഡ് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ആക്ഷൻ സീനിൽ നമ്മൾ ഈ നായകന്റെ ഒരു കുറച്ച് ആൾക്കാരെ ഇടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഷോട്ട്, ഒരു ഫ്രെയിം വെക്കൂലേ, ആ ഫ്രെയിമൊക്കെ ഇതിൽ എന്നെ കിടിലനാണെന്ന് അറിയാവോ. പിന്നെ ജസ്റ്റ് ടേക്ക് എ ടിക്കറ്റ്, തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണിത്. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു മൂവി എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ഇതിൽ വിശ്വാസങ്ങൾ അങ്ങോട്ട് വാരി വിതറിയിട്ടുണ്ട്. കാന്താര ആദ്യം നമ്മൾ കണ്ട സിനിമയിലാണെങ്കിലും വിശ്വാസമൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഈ സിനിമ കാണാൻ നമ്മൾ വിശ്വാസം ഒരുപാടുണ്ടായിരിക്കും നമുക്കറിയാം. അപ്പം ചിലവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ദഹിക്കണം എന്നില്ല. പക്ഷേ സിനിമയുടെ രീതിയിൽ കാണുക, അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ്.